കുഞ്ഞാ മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. നോക്കട്ടെ എനിക്ക് തന്നെ. അയ്യോ കുഞ്ഞാ കുഞ്ഞാ പറ്റിച്ചേ, ഇവിടെ ഇല്ലേ കുഞ്ഞാ? ആ ഇത് കവറുകളാണ്. നമ്മൾ കുഞ്ഞാവിടെ വീട്ടിലുള്ളവർക്ക് ഇന്നലെ ആ കൂട്ടത്തിലാണ് സാരി എടുത്തത്. എല്ലാം കൂടെ പെട്ടിയിൽ പാക്ക് ചെയ്ത് കവറിൽ നിന്ന് എടുത്തിട്ട് ആ കവറാണ് ഈ കിടക്കുന്നത്. നമ്മൾ എംലോഫിൽ പോയിട്ടാണ് സാരി എടുത്തത്. അമ്മ വന്നേക്കാം, പൊക്കോട്ടാ, ടാറ്റാ. പൊക്കോ പൊക്കുടി പൊന്നെ, എടി പോടി, അമ്മയുടെ പൊന്നു പോടി, പൊക്കോടി, ഇണങ്ങി പോവാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാവെ കാണുന്നില്ല, അവനപ്പുറത്ത് പണിയാണ്. അന്നേരം ശരി കുളിക്കുമോ തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ. അങ്ങനെ കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് തേന് കിട്ടി, ഇന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇനി രക്തേന്ദ്രൻ അരച്ചിട്ട് തുടങ്ങാം. എന്നാലും ഒത്തിരി മാറിയല്ലേ, ഞാൻ ആഴ്ചയിൽ ഇത്രയൊക്കെ മാറുമെന്നുള്ളത്. ഞാൻ വിചാരിച്ച ആജീവനാന്ത് ഇനി കുറേ കാലം കൂടെ കാണുമെന്നുള്ളത്. അപ്പോൾ ടാറ്റാ. ഈ റൂം നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ സെറ്റിലാവുന്നത് സീതത്തോടാണ്. അപ്പോൾ കുറച്ച് പാചകമൊന്നുമില്ല, ബാക്കി കുറച്ച് നല്ല ഭംഗിയിലൊക്കെ ആക്കി ഒന്ന് സുന്ദരീകരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ താമസം തുടങ്ങാൻ. ഇതുവരെ ഞാൻ എൻ്റെ കോലങ്ങൾ പിന്നെ കുറേ ദിവസം കണ്ണൂരമ്മ നിൽക്കും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വേണം റെഡിയാവാൻ. പിന്നെ നിശ്ചയത്തിൻ്റെ ഒന്ന് ഒരുങ്ങുന്നതൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും, താഴെയൊക്കെ ആൾക്കാരായിരിക്കത്തില്ലേ. എന്തോ ഒരുക്കവാ. നമ്മുടെ ഇവിടെ തന്നെയുള്ളൊരു കൊച്ചുണ്ട് പാർലറുള്ള, അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു അതാണ് എൻ്റെ മേക്കപ്പ്. എൻ്റെ നാട്ടിലെ പുഷ്പലത ചേച്ചിയാണോ എന്ന് അറിഞ്ഞൂടാ. അവൾ വരും, വരുമ്പോൾ കാണിച്ചു തരാറേ. എന്ത് കാണിച്ചാലും അണ്ണാണി പറയുന്ന പോലെ ഇതല്ലേ കോലം. കുറച്ച് ഭർത്താവുകൾ കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. പേടിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെയൊന്നും പേടിക്കില്ല ഞാൻ. ഇട് പറയുന്നില്ല, പറഞ്ഞാൽ പോരെ, എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് വിരട്ടുന്നതെന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഞാൻ രക്തത്തിന് അരയ്ക്കുന്ന കൂട്ടത്തിൽ നിനക്ക് കൊടുത്ത് വെച്ചുതരാം. ഇതൊക്കെ പൊക്കോളും. കുറേ പഠിപ്പുണ്ടായിരുന്നു ഈ കവളത്തെ ഈ സാധനത്തിൻ്റെ അകത്ത്. അപ്പോൾ ഏത് ഇപ്പം ശരിയായോ? അപ്പം സൈഡില്ല. ആര് റൈറ്റോട്ട് നീക്കി വെച്ചാൽ പോരെ? ഇപ്പം സെൻറ്ററിലായ കുഞ്ഞാ നീ ആ സൈഡിലായിരിക്കുന്നത്, അതാണ് യാഥാർത്ഥ്യം. ക്യാമറ ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ പ്രശ്നമാണ്, സെൽഫി സ്റ്റിക്കിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ആക്ക്, അല്ലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ക്, എങ്ങോട്ടെല്ലാം ഒക്കെ തിരിക്കുക. നിനക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ നോട്ട് ഈ സൈഡിലേക്ക് ആയി പോകുന്നു? അത് ഈ ഇതിൽ നോക്കണം. ക്യാമറ ഇവിടെ അല്ലേ, ക്യാമറ നോക്കൂ. പക്ഷെ ഞാൻ നീ എന്നെ നോക്കുന്ന ഒരു തോന്നലുണ്ടോ? ആ പറ, എന്താ പറ. മിറർ സെൽഫിൻ്റെ പ്രശ്നമാണ്. അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ഞാൻ പറഞ്ഞില്ല, ചൂടെടുത്തിട്ട് എന്നോ ഒത്തിരി പണിയായി പോയി. അണ്ണാടിക്ക് ബീഫ് കഴിക്കണമെന്ന് പറഞ്ഞു. ഇവരൊക്കെ ബീഫിൻ്റെ ആളാ. കഴിക്കാത്ത ഞാൻ പാവം. ആ പെട്ടിയിൽ എന്ത് പറ്റിയ? അതെന്താ വേസ്റ്റ് ചായ തുറയ്ക്കണം, നാളെ കൊണ്ടുപോകാൻ രാവിലെ പോയി. രാവിലെ കുഞ്ഞാവ് പോവും. ഇതും ചുമന്നത് നടക്കുന്ന കാര്യം ഓർക്കുന്നു. അവരെന്താ പറഞ്ഞോണ്ടിരുന്നോ? ഇങ്ങനെ കൊണ്ടുവിടണം. അതല്ല ഞാൻ കൊണ്ടുവിടാം, അതല്ല അതിന് മുന്നേ പറഞ്ഞോ. ഞാനിന്ന് ഒത്തിരി പണിയെടുത്ത കാര്യം. താഴത്തെ മുറികളൊക്കെ വൃത്തിയാക്കി. ബീഫ് സത്യം കുറേ നാൾ കൂടി. ഇപ്പൊ 15 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ അന്നേരം. പിന്നെ വന്നപ്പോഴത്തെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ ബീഫ് ഉണ്ടാക്കി, എന്തോ ഉണ്ടാക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നീ ചോദിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താന്ന് ബീഫ് കുഞ്ഞാൾക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ പുളിയും മുളകും കൂടെ ഉടക്കില്ലേ, മുളക് ഉടച്ചത്. അതല്ലേ കുറേ ചോറ് കഴിക്കും. അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കാറില്ല. അയ്യോ പറ, എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ പിടിച്ചിരുത്തിയതാട്ടോ. ഞാൻ പോയി വെറുതെ ഇരിക്കട്ടെ, അവിടെ പറയും താഴെ പോയിട്ട് വെറുതെ ഇരിക്കട്ടെ. അതിവിടെ ഇരുന്ന് വെറുതെ ഞാൻ പോവാം. മോളുമായിട്ട് കുറച്ച് നീ പാത്തും കൂടെ. ഞാൻ പിന്നെ ആരോട് ഇത്രയും കാര്യമായിട്ട് സംസാരിക്കുന്നത്? റോ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പാത്തുവിനോടാ. പാത്തുവിനും കൂടെ ഭയങ്കര വർത്താനം. പാത്തും തിരിച്ചെന്തൊക്കെയോ പറയുന്നുണ്ട്. കൂവിയേ അവള് പറയുള്ളൂ. പിന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സൂര്യ ഇഷാനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, സൂര്യാമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എത്ര പോസിറ്റീവ് റെസ്പോൺസ് ആൾക്കാർക്കൊക്കെ. സൂര്യാമ്മനെ ഭയങ്കര ഇഷ്ടം. സൂര്യാമ്മയ്ക്ക് എന്നെ അറിഞ്ഞൂടാ കേട്ടോ.
ഞാൻ ഈശാൻ ചേട്ടനുമായിട്ടാണ് സംസാരിച്ചത്. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് എന്നെ അറിയുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനാണെന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയത്തില്ല. കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും യൂട്യൂബേഴ്സ് ആണല്ലോ, അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെ അറിയത്തില്ല. ഞങ്ങൾ സംസാരിച്ചില്ല ഇതുവരെ. അവർ വലിയ ആൾക്കാരൊക്കെ, വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ ഫ്രീ ആകുമ്പോഴത്തേക്ക് വിളിക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പുള്ളിക്കാരൻ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് വഴിയും കോൾ ചെയ്തിട്ടായാലും. അദ്ദേഹം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റ് സൂര്യാമ്മ സംസാരിക്കത്തുള്ളായിരിക്കും. അവർ 4 പേരാണ് വരുന്നതെന്ന് പറഞ്ഞു. 4 പേര്. സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യാമ്മനെ. ഞാൻ അതുകൊണ്ടാണ് ആരുടെയും അഭിപ്രായം ചോദിക്കാൻ നിന്നില്ല. ഞാനങ്ങ് കയറി വിളിച്ച് ബുക്ക് ചെയ്ത്. ഞാനേ ചാച്ചോട് വിളിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം ഇതും കൂടി രണ്ടും കൂടി ഒരുമിച്ച് വിളിക്കാം. അതായത് കുഞ്ഞാവയുടെ അച്ഛൻ്റെ ചേട്ടൻ വയ്യാണ്ടിരിക്കുക. പറയുന്ന അസുഖം പ്രായമായതാ. വീട്ടിലേക്ക് ഏകദേശം പോയി. ഏത് നിമിഷവും തിരിക്കും. എന്നാൽ വെന്റിലേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിങ്ങനെ ഒരു സംശയം പോലെ ഇങ്ങനെ, കാരണം ഡോക്ടറൊക്കെ ആദ്യം പറഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്നല്ലേ, എന്തും ഏത് സമയവും സംഭവിക്കും എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് പിന്നെ മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷൻ ആയിപ്പോയി നമുക്ക്. കാരണം എൻ്റെ ചാച്ചൻ്റെ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആ അച്ഛൻ്റെ മകൻ വലിച്ചനല്ലേ എന്താ പറയുന്നത്? അതല്ല അച്ഛൻ്റെ ചേട്ടനെ എന്തോ വിളിക്കുന്നത്. അപ്പോൾ വെല്ലിച്ചൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞു കുറേ നാളത്തേക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു കല്യാണം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടുന്നൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരുന്നത്. ഒരുപക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കല്യാണം തീരുമാനിച്ചുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എവിടുന്നെല്ലാം ഓരോ വള്ളിക്കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നിപ്പോൾ അതങ്ങ് ശീലമായി. അതിന് കിടൂനും നമ്മുടെ ഉണ്ടപ്പരന്ന് വിളിക്കല്ലെന്ന് നിങ്ങൾ പറയും, പക്ഷെ കിടൂനും നമ്മുടെ ഇന്നൂനും കിളിക്കുഞ്ഞിനും കൂടെ ജുബ്ബ എടുക്കാം അല്ലേ. അതായത് അണ്ണാണി അമ്മും കുഞ്ഞും കൂടെ കിടുവും കൂടെ ഏകദേശം ഒരേ കളർ എടുക്കുക. ഇതിനും കൂടെ കിളിക്കുഞ്ഞും കൂടെ ഒരേ കളർ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. അതെ, കുഞ്ഞാക്ക് എടുക്കുന്ന തുണീൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട്. ഇനി ഗിഡുവിന് അറിഞ്ഞൂടെ ഏത് വേണമെന്ന്. ഗിഡുവിന് 2 സെറ്റും എടുക്കുന്നുണ്ട്. അവൻ ആദ്യ ഭാഗം ഒരു ഡ്രസ്സും അടുത്ത ഭാഗം മറ്റൊരു ഡ്രസ്സും ഇട്ടോട്ടെ. അവർ 2 ഉള്ളതാണ്. പിന്നെ കുഞ്ഞിൻ്റെ ചോറൂണ് വരുന്നുണ്ട്. നമ്മൾ പറശ്ശിനിക്കടവാണെങ്കിൽ കൊച്ചിൻ്റെ അച്ഛന് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ടു. കണ്ണൂരമ്മ പറഞ്ഞു അവിടെ അങ്ങനെ അച്ഛൻ നല്ല കൊടുക്കുന്ന ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണോ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആരുടെയോ കണ്ടതിനകത്ത് അവിടുന്ന് അവരെടുത്തു കൊടുക്കുന്ന ഫോട്ടോസേ ഉള്ളൂ. ക്യാമറയൊന്നും പുറമേ നിന്ന് കയറ്റാൻ പറ്റില്ല എന്ന് കേട്ടോ. അല്ലെ പിന്നെ പുറത്തെവിടെ ഇരുത്തി കൊടുക്കണം. അപ്പം അവരുടെ, അതായത് കിളിക്കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജാതി മതപ്രകാരം അവർക്ക് ഇങ്ങനെ ഒരു ചടങ്ങില്ല. പക്ഷേ ഇങ്ങനൊരു ചടങ്ങ് നടത്തിക്കോളൂ എന്ന് നമുക്ക് കുട്ടിയുടെ അമ്മയിൽ നിന്നും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടത്താം എന്ന്. അപ്പോൾ സന്തോഷം. കല്യാണത്തിൻ്റെ മുന്നേനാണ് അല്ലേ? കല്യാണത്തിന് ബിരിയാണി കൊടുക്കാനാ. കല്യാണത്തിന് ബിരിയാണി കൊടുക്കുന്നതുകൊണ്ട് അതിന് മുന്നേ അവന് ചോറ് കൊടുക്കുക. കഴിച്ചോട്ടെ. അപ്പോൾ ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ കൊച്ചിന് ചോറ് കൊടുക്കാൻ പറ്റും. അല്ലെ കല്യാണത്തിന് തൊട്ട് പിന്നാലെ കൊച്ചിന് ചോറ് കൊടുക്കാൻ പറ്റുന്ന ഭാഗ്യം ചെയ്ത ദമ്പതികളാണ് ഞങ്ങൾ. 5.5 മാസത്തിൽ കൊടുത്തോളം ഡോക്ടർ പറഞ്ഞു. അവനെ ഓവർ വെയിറ്റാ. ഈ പൊടി കലക്കി കൊടുക്കുന്നതല്ലേ. എന്നാ ഇടി അടിക്കെന്ന് പറയാൻ നമുക്കിട്ട് ഭയങ്കര ഇടിയാ. ചക്കൻ ഭയങ്കര കുർത്തക്കെട്ടായി. എന്തോ ഇടി ബഹളം. നേരത്തെ ചെറിയ 2 കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കളിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവൻ ഒരു ഉറക്കം വന്നാൽ കണ്ണും അടച്ചോ അലച്ചാൽ ഒരിതുമില്ല. ഇപ്പോൾ കുറേ ആയിട്ട് കുഞ്ഞാവൊക്കെ എടുത്തോണ്ട് നടന്നുണ്ടല്ലോ. ഇവനെ എടുത്തോണ്ട് നടക്കണം എപ്പോഴും. ഉറങ്ങി കഴിഞ്ഞാൽ സന്തോഷത്തോടെ കുറേ മണിക്കൂർ ഉറങ്ങിക്കോളൂ. ഇതിപ്പോൾ എടുത്തോണ്ട് നടക്കണമെന്നേ. കുഞ്ഞാക്ക് കുഴപ്പമില്ല, എടുത്തോണ്ട് നടക്കാം. ആ ഉണ്ടപ്പനെ ഞാൻ എടുത്തോണ്ട് നടക്കണ്ടേ? എടുത്തോണ്ട് നടക്കുമ്പോൾ വർത്താനോ ഗീക്കി പിക്കിയൊക്കെ കുറേ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം, പിന്നെ കല്യാണം കഴിഞ്ഞൊരു 1 മാസമൊക്കെ കുറച്ച് ദിവസമേ അവനെ നോക്കാൻ ആളെ ഏൽപ്പിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് കുഴപ്പമില്ല. അതുവരെയുള്ള തിരക്കിൻ്റെ ഇടയിൽ ഒറ്റയ്ക്കായിപ്പോൾ കുഞ്ഞാതരം സ്വാഭാവികമായിട്ട് നമ്മൾ ഇതാക്കണമല്ലോ.
ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു, അതിൻ്റെ കാര്യമൊന്നും കുഴപ്പമില്ല. അപ്പം കുറേ ഇപ്പോൾ കുട്ടുവാവൻ്റെ കാര്യം കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ഒരു വീഡിയോയുടെ ശേഷം പഴയ വീഡിയോസൊക്കെ കുറേ ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ പോയിട്ട് വ്യൂ കൂടുന്നുണ്ട് കുട്ടുവാവൻ്റെ പഴയ വീഡിയോസ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നു എന്തിനാണ് അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടുന്നതെന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഇട്ടതല്ല, നേരത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വരുന്നത്, അതിപ്പോഴത്തെ വീഡിയോ അല്ല. അത് ഞാനിപ്പോൾ പ്രത്യേകം പറയുന്നു. പിന്നെ എന്തൊരു ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, താങ്കൾക്ക് വല്ലതും പറയാൻ? ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് കുട്ടിയോട് പറഞ്ഞ് തൽക്കാലം ജിമ്മിൽ പോകണ്ടെന്ന്. ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ടിരുന്നതായിരുന്നു. കുഴപ്പമില്ല, ഇപ്പം ചെന്നിട്ട് പോവാമല്ലോ. നാളെ എത്തിക്കഴിഞ്ഞാൽ മറ്റന്നാൾ തൊട്ട് ജിമ്മിൽ പോകാമല്ലോ. ഞാൻ ഇനി ഒരു കാര്യത്തിനും വിളിക്കൂല, ഈ ജിമ്മിൽ പോകോ. അല്ല, 26-ാം തീയതി നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കല്യാണമാണ്. ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, ചുമ്മാ ഇങ്ങനെ ഫെബ്രുവരി 14 ആയാലോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഒഫീഷ്യലി നല്ല രീതിയിൽ പറഞ്ഞുതരാം. നിശ്ചയം കഴിഞ്ഞ് പറയുന്നതാണല്ലോ നാട്ടു നടപ്പ്. അപ്പം ആ നടപ്പനുസരിച്ച് അങ്ങ് പറയാം. ഒരുങ്ങി വരുമ്പോൾ എന്താവോ എന്തോ, കല്യാണ സാരി പെട്ടെന്ന് എടുത്തോണ്ട് ഇനി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമോ? ഞാൻ എടുത്തത് തന്നെ കുഞ്ഞാക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഉടുത്ത് കൊണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ കടയിൽ പോയുള്ള സകല സാരിമാരി പുറത്തെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതിൽ എന്ത് കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവരോട് പറയാ. പറഞ്ഞു എനിക്ക് ഇന്ന കളറിന്റെ, എനിക്ക് റെഡിന്റെ വേരിയന്റ് ഏതൊക്കെ ഉണ്ടെന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. അവരെടുത്തിട്ട അപ്പം തന്നെ എടുത്തിട്ട് സാരി തന്നെ ചൂസ് ചെയ്തു. പിന്നെ ഓരോരുത്തർക്കും വരുന്നവർക്ക് ഓരോ സങ്കല്പം ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടത്തിനുള്ളത് പിന്നീട് നോക്കി. ഞാൻ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നെ, ഞാൻ ഉടുത്തു പോലും നോക്കണ്ട അത് എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആഭരണങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് എന്തുപോലെ ആവും എന്തോ. സാരി എടുക്കാൻ പോയെന്ന് കടയിലെ സകല സാരി വലിച്ച് പുറത്തിറങ്ങും. അതില്ല, രജിസ്റ്റർ കല്യാണം ചെയ്താൽ ഈ ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ചിലവ് കല്യാണം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ അല്ല, വയനാടുകാരൊക്കെ പറയുമോ പറ്റിപ്പോയി, ചെറുക്കന് പറ്റിപ്പോയി എന്ന്. കല്യാണം നമ്മൾ മാത്രം തമ്മിലുള്ള കോൺട്രാക്ട്. ഓ, ഇനി പറയാം നമ്മളെ കോൺട്രാക്ട് കല്യാണോ? അതെ, ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്ന തീരുമാനമാണല്ലോ. മറ്റൊരാൾക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനുള്ള വകുപ്പില്ല. പറഞ്ഞു, പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല. നല്ലതിനെ മാത്രമേ നമ്മൾ അംഗീകരിക്കും, മോശം പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ച് തരൂല്ല. അങ്ങനെയാണ്. അതിൽ ഒത്തിരി വ്യത്യാസമായില്ല. പിന്നെ എൻ്റെ കണ്ണിൻ്റെ താഴത്തെ പാടെല്ലാം പോയില്ലേ, കൺമഷീൻ്റെ ഒരു കറുപ്പുണ്ട്. ഇത് മാർക്കുകളായിരിക്കുമല്ലേ അപ്പോഴത്തേക്ക്. ചതവ് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ആ ചതവിൻ്റെ അങ്ങോട്ട് മാറിയിട്ടില്ല. തലയിലെല്ലാം കരിഞ്ഞു. പിന്നെ ഇവിടെ സൈഡിലൊക്കെ വയറിൻ്റെ സൈഡിലൊക്കെ പാടുണ്ട്, മാന്തിപ്പറിച്ച പാട് പോലെ ഉണ്ട്, ഒരഞ്ഞേൻ്റെ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനോ ഞാൻ പിടിച്ചു വെച്ചു. എന്തിനോ വെറുതെ എന്നെ പിടിച്ചു വെച്ച് അവിടെ ഇരിക്കുക, അടങ്ങി ഇരിക്കുക. ഗെയിം കളി കുറച്ച് നിർത്ത്. ഞാൻ എവിടെയാ ഗെയിം കളിച്ചതിന്? എപ്പോഴാ ഗെയിം കളിക്കാതിരുന്നേ? പാവമല്ലേ എന്ന് പറഞ്ഞോണ്ട് അച്ചാച്ചി പിന്നെ ബുദ്ധിമുട്ടിക്കൽ ഒരു കാര്യവും പറയില്ല. അത് ചെയ്യുന്ന കുഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാണ്ട് അവനെ അവിടെ വെച്ചിരിക്കുക. അത് അവൻ മുതലെടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ബാ നമുക്ക് മുറിയൊക്കെ വൃത്തിയാക്കാൻ റെഡിയാക്കാന്ന്. പൊടി അലർജിയാണ്. എന്നിട്ടാ പോയിട്ട് അവിടെ, എന്നിട്ടാണ് അവിടെ വാതിൽ ഉരയ്ക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ പോളിഷ് ചെയ്യാൻ വേണ്ടി. പറ്റില്ല, എന്നോട് 2-3 മാസത്തേക്ക് അവിടെ മഞ്ഞപ്പൊടിയോ തണുപ്പും പൊടിയൊന്നും അടിക്കരുത്. തണുപ്പും മഞ്ഞും പൊടിയും. ഞാൻ മഞ്ഞപ്പൊടി നാട്ടെ. അവരുടെ അല്ല, അവിടുത്തെ വീട് മേളത്തെ നിലയെടുത്തെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ റൂമില്ല അവിടെ. പക്ഷേ ഇപ്പോൾ കല്യാണത്തിന് മുന്നേ കയറിത്താമസവും നടത്തണം. അതുകൊണ്ട് തൽക്കാലം മേളിലേക്കുള്ള പണി തുടങ്ങണോ വേണ്ടെന്നുള്ളൊരിതിലാണ്. കാരണം കയറിത്താമസം നടക്കട്ടെ, എന്നിട്ട് മേളത്തെ പണി തുടങ്ങാം. തൽക്കാലം വാടക വീട് വിടുന്നില്ല. അപ്പോൾ ആ വീട് നിൽക്കട്ടെ, ഈ വീട് നിൽക്കട്ടെ. ഒരു മാസത്തിൽ പണി തീർന്നിട്ട് വാടക വീട് ഒഴിയാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും നിൽക്കാമല്ലോ, മാറി മാറി. കല്യാണ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേരാണ് അല്ലേ? കുടുംബക്കാരെല്ലാം വരും, നാട്ടുകാർ വരും, അയൽവക്കക്കാർ വരും. വൈകിട്ട് ഫുഡ് ഉണ്ടാക്കുമോ എല്ലാവരുടെ? തലേദിവസം ഫുഡുണ്ട്. എന്താ ഫുഡ്? അതങ്ങനൊന്നുമില്ല, സാധാരണ 4 മണിക്ക് കപ്പ ബിരിയാണി. തലേന്ന്? പിന്നെ രാത്രി ഒരു 8 മണി ഒക്കെ ആകുമ്പോൾ 8 മണി 9 മണിയാകുമ്പോഴത്തേക്കും ചോറ്. പിന്നെ പിറ്റേ ദിവസം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ ബിരിയാണീൻ്റെ ചിക്കൻ്റെ പാർട്സ് കൊണ്ടൊരു കറി ഉണ്ടാവും. നല്ല ആളനക്കൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ എനിക്ക് ആദ്യമായിട്ടാണ്, തോന്നലല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. അച്ചാച്ചിയുടെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുടുംബ വീട് അക്കരെ 3 കല്ലെന്ന് പറയുന്ന സ്ഥലത്താണ്.
അവിടെ ഇങ്ങനെ ചെറിയ കമുകൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് പറയുമായിരുന്നു എൻ്റെ കല്യാണം ആ മുറ്റത്ത് വെച്ച് നടത്തണം, ആ സമയത്തേക്ക് പന്തലിടാൻ വേണ്ടിയിട്ട് കമുക് എല്ലാം പണ്ടേ വലിച്ച് നട്ടു വെച്ചു, പപ്പ നട്ടു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നീട് കാലം മാറി, കാര്യങ്ങൾ മാറി, നിലവിലുള്ള സാഹചര്യങ്ങൾ മാറി, ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ വന്നു. എല്ലാ കാര്യങ്ങളും പല വഴിക്കായി. അങ്ങനെ ഈ വീടിൻ്റെ മുറ്റത്തൊരു പന്തൽ വരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ കൊള്ളാം, അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിട്ട് ചേച്ചി ആദ്യമൊക്കെ മിണ്ടാണ്ടിരുന്നിട്ട് പിന്നെ ചോദിച്ചു. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെന്ന്. നമ്മളിപ്പോൾ ചെറിയ ഇതല്ലേ മറ്റൊരു വഴിയിൽ നമ്മൾ സാമ്പത്തികം എന്തായാലും മുടക്കിയേ പറ്റൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ പോകാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അവിടെ എത്തിക്കും നമ്മൾ. കാട്ടിലുള്ളവർ ഇങ്ങോട്ട് അന്നത്തെ ദിവസം കൊണ്ടുവന്നാൽ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും, ഇതിനോടൊപ്പം തന്നെ ചെയ്തു കൊടുക്കും. അത് കൊണ്ടുവന്നാലേ ഇപ്പം വെച്ചാൽ അവർക്ക് ഇവിടെ മാത്രമേ പരിചയമുള്ളൂ. എന്നെ അറിയാം, വേറെ ആരും അത്ര പരിചയമൊന്നുമില്ല. പെട്ടെന്നൊരു പരിചയമില്ലാത്ത ആൾക്കൂട്ടത്തിലേക്ക് വന്നു കയറുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്, അവരെ മാനേജ് ചെയ്യാൻ നമുക്കും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പിന്നെ അവരങ്ങ് ഒതുങ്ങിപ്പോവും. വരുന്നവരൊന്നും സംസാരിക്കാണ്ടാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു താരതമ്യം നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇവരുടെ ബന്ധുക്കളും ഉണ്ട്, നമ്മുടെ ബന്ധുക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾക്ക് ഇവരുമായിട്ട് നല്ല പരിചയവും കാര്യമായി നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഞാൻ മൊത്തത്തിൽ ഫ്രീ ആണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഫീൽ ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചപ്പോൾ കാരണവന്മാരെല്ലാം കൂടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ടത് ചെയ്തു കൊടുക്കാം, അല്ലെ അവർക്കായി ഒരു ദിവസം മാറ്റി വെക്കാം. നമുക്കത് നിലവിലെ സാഹചര്യത്തിൽ പറ്റും, അതിനുള്ള സ്ഥലങ്ങൾ. കാരണം ഞാൻ അവിടെ നിന്ന് വിളിച്ചാൽ എനിക്ക് ഒരാളെയായിട്ട് വിളിക്കാൻ പറ്റൂല. വിളിക്കുവാണെങ്കിൽ അത്രയും ആൾക്കാർ, ഈ 28 കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും വിളിക്കേണ്ടി വരും. എല്ലാവർക്കും ഉള്ള സ്ഥലം ഇവിടെ ഇല്ല തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. പിന്നെ അന്നത്തെ ഫുഡ് നല്ല കേട്ടോ. അച്ചാച്ചി അതായത് അണ്ണാൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ സമയത്ത് ഫുഡ് ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ നല്ല അടിപൊളി ഫുഡായിരിക്കും. ഭക്ഷണകാര്യം മാത്രം ഞാൻ പറഞ്ഞ ലാവശ്യമായിട്ടുള്ള ഫുഡായിരിക്കണം. അതും നമ്മുടെ അത്രയും പട്ടികൾക്കും കൂടെ ചേർത്ത് ഓർഡർ ചെയ്യും. കാരണം അവരെയൊക്കെ ഓരോ മനുഷ്യനായിട്ട് തലയെണ്ണി തന്നെയായിട്ട് എടുത്തേക്കുന്നത്. എല്ലാവർക്കും വിലയിട്ട് കൊടുക്കണം. എനിക്കത്ര സന്തോഷം. എൻ്റെ അല്ല എൻ്റെ ലൂക്ക, അവൻ്റെ പേരേ വായുള്ളൂ. ലൂക്ക സദ്യ കഴിക്കുന്നതാണ് നല്ല രസമാണ്. ഞാൻ ഒരുങ്ങി കഴിയുമ്പോൾ ഇതുവഴിയൊക്കെ വാല് പാട്ടി നടന്നിട്ടുണ്ടായിരുന്നു. കുട്ടുവാ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഒരച്ചോണ്ട് മേത്തൂടെ പോകുന്ന ഒരു ശീലമാണ്. ഡ്രസ്സൊക്കെ വാഴ എന്താ കളിക്കുന്നത്? കിടു അറിഞ്ഞില്ല എന്തോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഉറപ്പല്ലേ? ഇവിടെ ചെയ്തോട് വേണ്ട, നീ ഇപ്പൊ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് ഗുണമ്പരത്തേക്ക് ഒരു ദിവസം കഴിയും. പറഞ്ഞു വരണ്ടെന്നാ അന്ന് അണ്ണാണി വിടും. അണ്ണാണി കാർ കൊണ്ടുപോകും. അത് കൈ പിടിച്ചാ പോരെ, ചെറിയ കുട്ടിയൊന്നും ഇതിന്റെ ചെറുതുണ്ട്, അതില് കയറൂല. കയറ്റി വെക്കാന്നേ, ഞാൻ വെച്ചേരാ. ഞാൻ നോക്കി, ഞാൻ ഇതിനകത്ത് മറ്റേ പെട്ടിയോടെ കൊണ്ടുപോകുന്നത്. ബോക്സോടാ? ആ ബോക്സോടെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ചെറുത് താഴെ ഇരിക്കുന്ന നീ നോക്കി നോക്ക്. താഴെ നീലയല്ലേ, അത് ഇതിനേക്കാളും വലുതാ. പെട്ടിയല്ലേ ഒന്നൊന്നിനകത്തിരിക്കും. അടുക്കി 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 വെച്ചിട്ട് ഈ അവിടെ ചെന്നിട്ട് പെട്ടിക്കകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ ആ പെട്ടി മതിയായിരിക്കും. കാരണം ഞാൻ ആ കടയിൽ കണ്ടത് ഒന്നൊന്നിനകത്ത് കയറി 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 ഇരിക്കുന്ന ബോക്സ്. ഒരു കവറിങ് എടുത്ത് കടയുടെ പേര് കാണിച്ചു കൊടുക്കട്ടെ. സാരിയൊക്കെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി വിലയുണ്ട്, എന്നാൽ ചില സാരിയൊക്കെ തീരെ വിലയില്ല. ഇതാണ് കണ്ടോ, ഇതാണ് നമ്മൾ സാധനം മേടിച്ച കട. അവിടെ പോയി എടുത്തു. അത്ര സിമ്പിളായിരുന്നു ഷോപ്പിംഗ് എന്ന് എനിക്കത്തില്ല. പക്ഷെ ഇനി പുരുഷ കേസരികൾക്കുള്ള ഡ്രസ്സ് എടുക്കണം. അച്ചാച്ചിക്കും അണ്ണാണിക്കും അച്ഛനും അല്ല ചാച്ചനും നിന്റെ ചേട്ടനും. ഞാനൊരു ചേട്ടനാട്ടോ ഉള്ളത്. എല്ലാവരും ചോദിക്കും നിന്റെ കൂടെപ്പറപ്പാരാണ്. ദിനിൽ, നിതീഷും ദിനിലും. ആള് കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? നമുക്ക് കഴിപ്പിക്കാണ്. അതെ, ആൾക്ക് താല്പര്യമുണ്ട്, ആള് കല്യാണം കഴിച്ചോളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എൻ്റെ കണ്ണ്
വീർപ്പ് പൊട്ടി ഇരിക്കുകയാണ് ജീവിതം ഇനി അവിടെ നിൽക്കാൻ പറയട്ടെ. ജീവിതം ഇനിയിപ്പോൾ ഇവിടെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ക്യാമറ, ഞാൻ, സെൽഫി സ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അല്ല നേരത്തെ പോലെ തലയുമാലൊക്കെ എവിടെയെങ്കിലൊക്കെ വരുമല്ലോ, അത് മതി. സംസാരിക്കുന്നില്ല, വെറുതെ സംസാരിക്കുന്നു. വലിയ പുള്ളിയോ എനിക്ക് മുടിയുള്ളത് നീ സംസാരിക്കുന്നുണ്ട്. അതെ, അതിന്റെ പേറ്റന്റ് ഷെയർ ഞാൻ ആർക്കും തരില്ല, അതെന്റെ സ്വന്തമാണ്. ഞാനെങ്ങനെ മിണ്ടാണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പറയും നിന്നോട് കൂടി ഞാൻ മിണ്ടാണ്ടായെന്ന്. അതിലും നല്ലത് എല്ലാവരും എന്നോട് കൂടി നീ മിണ്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത് കേൾക്കാനല്ലേ രസം. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്ന ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കറങ്ങാനൊക്കെ പോകണമെന്നുണ്ട്. തണുപ്പ് പറ്റൂല, മഞ്ഞ് പറ്റൂല, പൊടി പറ്റൂല, ചൂട് പറ്റുമോ? ചൂട് കുഴപ്പമില്ല. ചൂടുള്ളിടത്ത് പക്ഷെ പൊടിയുണ്ട്. ഞാനാണെങ്കിൽ ഷിംലയ്ക്ക് പോകണം, നല്ല മഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ കൊണ്ട് കാണിക്കണം, ഞാൻ ജോലി ചെയ്ത സ്കൂളൊക്കെ കൊണ്ട് കാണിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ 2 മാസം ആൻറ്റിബയോട്ടിക്കിൻ്റെ എന്തോ ഡോക്ടർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ പോവാം. എപ്പോൾ ഷിംലയ്ക്ക് പോയാലും അണ്ണാണിയെ കൂടെ പാക്കേജിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അണ്ണാണിയെ അമ്മൂനെ. പക്ഷേ അണ്ണാൻ്റെ ക്ലാസ്സും കാര്യം നോക്കിയിട്ട് പറ്റുമോ അമ്മൂൻ്റെ പരീക്ഷയ്ക്ക്. നമുക്ക് കല്യാണം കഴിഞ്ഞൊരു പോക്ക് പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരാമെന്ന് അല്ലേ. കുറേ സ്ഥലം കണ്ടു. കളഞ്ഞു പോയ ഹെൽമെറ്റിൻ്റെ ജോഡി ഹെൽമെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കൊടുക്കൂല. കാരണം നമ്മുടെ ഒരു റൈഡർ ചേച്ചിയുണ്ട്, ജോയ്സി എന്നാ പേര്. വീഡിയോ കണ്ടുള്ള പരിചയം. ചേച്ചി ഇങ്ങനെ വന്ന് ഇവിടെ പരിചയപ്പെട്ട ഏതോ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ബുള്ളറ്റൊക്കെ ഓടിച്ച് അവരുടെ ഒരു ടീമുണ്ട്, എല്ലാവരും പോകും. അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ചേച്ചീൻ്റെ കൂടെയൊക്കെ ഒന്ന് പോകണം, അവരുടെ ടീമിലൂടെ പോകണമെന്ന്. അങ്ങനെയാണ് കുഞ്ഞാടെ ഹെൽമെറ്റിൻ്റെ കൂടെ എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങിക്കുന്നത്. അത് ഞാൻ തരില്ല. അതിലൊരു നോട്ടം ഉണ്ടെന്ന് എനിക്കറിയാം. തന്ന വാടക തരേണ്ടി വരും. പെർ ഡേ 500 രൂപ. വേണ്ട കൊണ്ടുവെക്കും. അല്ല അത് വേണ്ട, തല വേണമല്ലോ. എന്താ സംഭവം എന്നറിയോ? അത് ഞാൻ അവിടെ നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരുടെ പറഞ്ഞു, വീഡിയോയിലും കാണിച്ചു. ഇനി ഞാൻ ഹെൽമെറ്റും കൊണ്ട് ചെല്ലുമ്പോൾ ആൾക്കാർ വിചാരിക്കും നഷ്ടപ്പെട്ട എനിക്ക് തിരിച്ചു കിട്ടിയെന്ന്. അതെ, ഇനി മറ്റേ വേറെ യഥാർത്ഥ എടുത്തോണ്ട് പോയാലത് വെച്ചോണ്ട് പോയാൽ ആൾക്കാർ അറിയിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ വേറെ ഒരെണ്ണം നോക്കിക്കോളാം. ഇപ്പോൾ ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റ് മേടിക്കും. പിന്നെ നമുക്ക് അതിൽ അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ സാധാരണ ഹെൽമെറ്റ് വെച്ചിട്ട് ആ ബുള്ളറ്റിൽ വരുന്ന സമയത്ത് ഒന്നും പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കില്ല. ഞാനാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുന്ന വർത്താനമാണ്. ഈ ഹെൽമെറ്റിലാകുമ്പോൾ മൈക്കുണ്ട്, പരസ്പരം കണക്റ്റഡാണ്. ബൈക്കിൽ ഇങ്ങനെ എങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാലും നമുക്ക് സംസാരിച്ചുകൊണ്ടേ പോവാം. പറയാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞാക്ക്, ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് മറുപടി പറയാൻ പറ്റാത്തതെന്ന്. നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ വയ്യ, മല്ലയ്യ എല്ലാം പോയി. അമ്മ വീട്ടിൽ ചെന്നു. മണിയമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. കല്യാണത്തിന് നിശ്ചയത്തിന് വരാൻ പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു മണിയമ്മയ്ക്ക് ടിക്കറ്റ് എടുക്കണ്ട, അമ്മ മാത്രമേ വരുള്ളൂ എന്ന്. ഞാൻ വിളിച്ച് മണിയമ്മ സോപ്പിട്ടപ്പോൾ മണിയമ്മ വരാമെന്ന്. വയ്യ കേട്ടോ, മണിയമ്മയ്ക്ക് ബാലൻസ് തെറ്റുന്നു നടക്കുമ്പോൾ. നട്ടലിൻ്റെ പ്രശ്നം തന്നെയാണ്, സ്പൈനൽ കോഡിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ട്. അത് ബാലൻസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞില്ലേ. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാമായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോക്കോ കാര്യമൊന്നും അല്ല. ലൈഫിൽ എങ്ങനെയുള്ള റെസ്റ്റ് എടുക്കുക, വേദന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ നോക്കുക, അതേ ഉള്ളൂ വഴി. ഇവിടെ പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളും കാര്യമൊന്നുമില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഇവിടെ ഇരുത്തിയതാരാ? ഇരിക്കാൻ പറഞ്ഞാരാ? ആരും ഒരു സിനിമ ഇടാലും ഉണ്ടല്ലോ. നീ ഇവിടെ വന്ന് ഇനി പോണെങ്കിൽ ഇനി നീ ഇവിടുന്ന് പോണെങ്കിൽ എൻ്റെ പെർമിഷൻ വേണം. ചുമ്മാ മേടിക്കില്ല ഞാൻ. നീ എന്തോ പറയാനാ കുഞ്ഞാ? എനിക്കൊരു ചായ ഇട്ടുതരുമോ? ഇട്ടുതരും. സുലഭനോട് ചായ ഞാൻ പറയുന്നതിന് മുന്നേ അമ്മ ഇട്ടേ. എനിക്ക് നീ ഇട്ടുതരുമോ നോക്കട്ടെ. ഇല്ല നീ ചായ ഇട്ടൊക്കെ മറന്നു പോകും. ഞാൻ നിന്റെ വീട്ടിലെ അമ്മ പറയത്തില്ല എൻ്റെ മോനെ ഞാൻ ചായ ഇടാനൊക്കെ പഠിപ്പിച്ചാൽ നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മറന്നു പോയിന്ന്. ഞാൻ ചായ ഇടട്ടെ? ചായ എടുക്കട്ടെ? എന്താ നല്ല ചായ അവനറിയാലോ. ദിസ് ഈസ് മൈ അമേരിക്കൻ പെട്ടി. അമേരിക്കയിൽ നിന്ന് കിട്ടിയ സാരിയെ പറ്റി പലതും ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനുള്ള ഉത്തരം ഉടനെ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഒരു ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതിൽ വന്ന സ്ഥിതിക്ക് കുഞ്ഞ ഇതെനിക്ക് നൂറത്തെട്ട് കവറിൽ വെച്ച് തരുമോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ എൻ്റെ കയ്യിലൊരു നല്ല വിലയുള്ള ഒരു ഡ്രസ്സും കൂടെ ഉണ്ട്. അത്യാവശ്യം എത്ര
എത്ര 23,000 കണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ വിലയെന്ന് കണ്ട് ഞാൻ ചങ്ക് തറഞ്ഞു. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചില്ല. ഗിഫ്റ്റാ കിട്ടിയിട്ട് ഇപ്പം എത്ര നാളെന്നറിയോ? കാണിച്ചു തരാവേ. നോക്കൂ ഗൈസ്, നോക്കൂ. ഞാനുണ്ടാ ഫുള്ളുണ്ടാ? ഫുള്ളുണ്ട്. കണ്ട എത്ര നാളായിട്ട് കയ്യിലിരിക്കും. ഇത് എങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമെന്ന് അറിയാത്തോണ്ട് ഞാൻ ഇവിടെ നിശ്ചയത്തിന് ഇതും കിട്ടാലോ കൊള്ളാം അല്ലേ? പാണ്ടില്ല, ഇതിന് ഷോളുണ്ട്. കൊള്ളാല്ലേ? ഇതാക്കിയാലോ? ബാക്ക് എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? സർപ്രൈസ് ഒന്നും അല്ല, ഇങ്ങനെ ആളൊക്കെ തന്നെ കേട്ടോ. ഈ ഡ്രസ് ഇട്ടാ പോരെ? എന്റെ ഷോള് തരൂ, കുഞ്ഞ ഷോള് തരൂ. നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ? ഇതിനകത്ത് മറ്റേ കൊട പോലത്തെ സാധനം ഇല്ലേ, നമ്മുടെ സലീം കുമാർ കൊട്ട വെച്ചേക്കുന്ന പോലത്തെ ഇങ്ങനെയൊരു ഷോളും ഉണ്ട്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെ പിന്നെ നമുക്ക് ഹൽദിക്കും കിട്ടാലോ? ഹൽദിക്കും പറ്റും അല്ലേ? അല്ല ഹീലയിലും കയറി നിൽക്കണം. താഴെ വരെ കിട്ടുന്നുണ്ടോ? ഞാൻ ഇത് മൊത്തം ഹാൻഡ് വർക്കാ. കാണാവോ? കാണാവോ? ഇത് സൂം ചെയ്യുന്ന കുറയ്ക്ക്, ഇത് വർക്ക് കാണിച്ചോട്. അതുപോലെ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്തൊക്കെയോ കിടുതാപ്പ് വർക്കൊക്കെ ഉണ്ട്. 1, പിന്നെ 2, പിന്നെ ഇതിൻ്റെ ഈ സാധനം ചുരുട്ടി മടക്കി വെച്ചത് കൊണ്ടാണ് കേട്ടോ. 3, 4, പിന്നെ എൻ്റെ കാല. ഈ ഡ്രസ്സിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഡ്രസ്സ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. ഇല്ല അത്യാവശ്യമുള്ള ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളെടുത്തോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വലിയ ഫംഗ്ഷനായിട്ട് ഡ്രസ്സൊന്നും മേടിക്കാൻ നിവർത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ തരും. ഇങ്ങനെ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇത്രയും വലിയ സാധനത്തിന് ഇത്രയും ചെറിയ ഷോളിൻ്റെ ആവശ്യം എന്താ? ഇത് ഇങ്ങനെ ഇടാനാ? ഇങ്ങനെ ഇടാനാ? ഞാൻ ചിരിക്കുന്നു. ഇതൊന്നും ഇട്ടാൽ മതിയായിരുന്നു അല്ലേ? സർപ്രൈസ്. അല്ല പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യരുത്. വേണ്ട, അപ്ലോഡ് ചെയ്യും. നിങ്ങൾ തന്നെയല്ലേ കാണുന്നത്. അതിപ്പോൾ ഡ്രസ്സ് ഇപ്പം ഏതായാലും ഞാൻ തന്നെയല്ലേ എന്താ പറഞ്ഞത്. അണ്ണാണി ഉണ്ടാക്കി കൊണ്ട് ചിരിച്ചേനല്ലേ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ അറിയാമോ? ബാക്ക് സൈഡ് നോക്കൂ. അയ്യോ, കുഞ്ഞായത് പക്ഷെ മടക്കി തരണം. ഒരു പെട്ടി ഇതിനു വേണ്ടിയിട്ട്, ഒരു പെട്ടി ട്രോളി ബാഗ് ഇതിനു വേണ്ടി മാത്രം. ഇത് മടക്കിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ അമ്മ ഉണ്ടായിരുന്നു മടക്കി തന്നെ. നല്ല കളറല്ലേ? ഹൽദിക്ക് എന്റെ മനസ്സിൽ വേറെ സിംഗിൾസ് ഡ്രസ്സാണ്. കുഞ്ഞാ നമുക്ക് ഇത് ഇട്ടുകൊണ്ട് വിരുന്നിന് പോയാലോ എവിടെയെങ്കിലും? ദാമോ വിരുന്നിന് പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇത് പൊക്കിത്തരണം. ഇങ്ങനെ ഇന്ദിരാമ്മയുടെ വീട്ടിൽ പോ, നെൽപ്പാടത്തിന്റെ നടുക്കുള്ള വീട്ടിൽ. ചേച്ചിക്ക് ഇതുപോലത്തെ ആയിരുന്നു മറ്റേ ഉറപ്പിരുന്നേ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ പോകുമായിരുന്നു, പൊക്കി പിടിച്ചാ കൊണ്ടുപോയത്. അല്ല ഉറപ്പിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇവിടെ മഴയല്ലേ, വരമ്പത്തി എന്നിട്ട് ഇങ്ങനെ ഒരു പൊക്ക് നടക്ക. ആരെങ്കിലും ഒന്ന് പറയൂ, എനിക്കൊരു ഫംഗ്ഷൻ തരും, ഞാനിത് വന്നിട്ടുണ്ട്. ഇത്രയും നാളെ എനിക്ക് ഇതൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഒളിഞ്ഞു പോയിക്കോട്ടെ. ഇത് മടക്കി വെച്ച് നശിപ്പിച്ച കേട്ടോ. ഇത് നല്ലോണം തേച്ച് തരുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്താൽ ഇത്ര വിലയുള്ള ഗിഫ്റ്റൊക്കെ എന്തൊക്കെ എനിക്ക് മേടിച്ചു. ടാഗിൻ്റെ നൂല് പോലും പോയിട്ടില്ല. ഇതെന്ത് ഇവിടുത്തെ ഏതൊരു ക്രിയേഷൻസ്. അയ്യോ, സൈഡിൽ ജിപ്പ് വരുന്നതാണോ? ആ, ഇതിന്റെ സൈഡിൽ ഇങ്ങനെ സിബ് വരുന്ന, അപ്പൊ നമുക്ക് ഷേപ്പിലുണ്ടാവും. കപ്പൊക്കെ വെച്ച് തയ്ച്ചതാ കേട്ടോ ഇതില്. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പറയൂ, ഞാൻ ഇതാണോ അതോ സെറ്റും മുണ്ടും പോലത്തെ എല്ലാം ഇട്ടിട്ട് വരണോ? മാത്രമല്ല ഞാൻ ഇതാ ഇടുന്നെങ്കിൽ കുഞ്ഞാവ് ഏത് കളറിൽ ഇടേണ്ടി വരും? അതുകൂടെ പറഞ്ഞു തരും. അറിയാത്തില്ലല്ലേ ചോദിക്കുന്ന, ആരിലൊക്കെ പറഞ്ഞതാ. ഇതാണ് ഞാൻ ഇടുന്നതെങ്കിൽ കുഞ്ഞാവ് ഏത് കളറുള്ള ഇടേണ്ടി വരും? ഇന്നെല്ലാം മഞ്ഞിച്ചിരിക്കൂടാ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ.
ഏത് 200 അടപ്പം? ഇത് മാത്രം ഒരിടത്തു, മറ്റേ മാത്രം ഒരിടത്തോന്നില്ല. എടുത്ത സാരികളാണ്. ഇതെല്ലാം എൻലോക്കിൽ നിന്നാണ് എടുത്തത് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് കല്യാണത്തിൻ്റെ ഒരു മൂഡ് വന്നത്. ഒന്ന് ഇത് നമ്മുടെ അമ്മൂൻ്റെ അമ്മയ്ക്കൂടാ. ഇന്നത്തെ വീഡിയോയുടെ താഴെ എല്ലാവരെക്കാട്ടി സുന്ദരി കണ്ണൂരമ്മ വന്ന് കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലത്തെങ്ങും അല്ല എൻ്റെ കൊച്ച്. ഒരാഴ്ച ഫുഡ് കഴിച്ചില്ലെങ്കിൽ പുള്ളിക്കാരി സന്തോഷത്തിലാണ്. ഈ ബോക്സ് എല്ലാം ഇന്ന് നമ്മൾ ഇളക്കണം എന്ന് പറഞ്ഞാൽ എങ്കിലും അടുക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അമ്മു എഴുതി വെച്ചിട്ടുണ്ട്. അമ്മൂനൊരു ബക്കറ്റ് ലിസ്റ്റിന്റെ ബുക്കുണ്ട് കണ്ണൂരമ്മൂന്. അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നയാള്, ഇന്ന കളറിൽ, ഇന്നതിൽ ഇന്ന പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. അവൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അമ്മു. അത് വീട്ടിൽ ചെന്ന് നിന്റെ അമ്മേന്റെ അടുത്ത് വരും. അമ്മ പറയാം ആർക്ക് കൊടുക്കണമെന്ന്. അമ്മയ്ക്കൊരവസരം കൊടുക്കൂ. ഞാൻ അമ്മയും കൊണ്ടൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ. എൻ്റെ മോളെ ഇന്നലെ സുലു അമ്മയായിരുന്നു. എടുക്കൂലെന്ന് ഉള്ള സാരി എല്ലാം പെറുക്കി ഇടിച്ചു അമ്മയ്ക്ക് വേണ്ടി. എന്നിട്ട് എടുത്തോ അതുമില്ല. ഏതോ ഒരു സാരിക്ക് ബോർഡർ ഇല്ലെന്നും കൂടെ രാവിലെ കച്ചറായിരുന്നു. നേരം വെളുത്തെണീറ്റ് അമ്മ എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. പക്ഷെ ഈ സാരി എടുക്കാൻ മാത്രം അമ്മയെ കൊണ്ടുപോകില്ല. ആ സാരിക്കടയിൽ നിൽക്കുന്നവരെയും എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ പുള്ളിക്കാരി വരും. 50,000 സാരിയുള്ള കടയിൽ കയറിയാൽ അമ്മ നോക്കിയിട്ട് അമ്മ പറയും ഇല്ല. അമ്മയ്ക്ക് എന്താ ഗ്ലാസ് കോട്ടനോ? അമ്മയ്ക്ക് പറന്ന് നിൽക്കണമെന്ന് സാരി. അമ്മ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുന്നതിന് ഒരു സാരി അങ്ങ് പറക്കുക. അമ്മയ്ക്ക് ഗ്ലാസ് കോട്ടൺ. പട്ടുസാരിയോ കസമുള്ള സാരിയോ ഒന്നും ഉടുക്കില്ല. എന്തോടാ ഉടുക്കുമ്പോൾ ഇത്തിരി വണ്ണത്തിലെങ്ങാണ്ട് അത് പറന്നെങ്ങാണ്ട് എനിക്ക് സാരി ഒട്ടിക്കിടക്കൂല. എനിക്കറിഞ്ഞു ഇതൊക്കെ അമ്മയുടെ തന്നെ കണ്ടുപിടിക്കുന്നതാ. ഇതെങ്ങനെയല്ലേ? ജിങ്ങല്ലേ പറഞ്ഞ മടക്കാൻ. ഞാനിത് കണ്ടില്ലയോ? ഞാൻ മടക്കി വെച്ചേക്കുന്നത് അങ്ങനെയല്ലേ മടക്കുന്നേ? അല്ല, സോറി സാർ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ആ പെട്ടി എന്റെ മാന്യമായ ഡ്രസ്സ് മാറിയിരിക്കും. താങ്കൾ ഇത്രയും വലിയ സ്ഥലം വേണം അതിന്. വെച്ച് താഴെ താഴെ ഇവിടെ ഇവിടെ അതിൽ അതിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ സാരി ഇരിക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് 26-ാം തീയതി കാര്യത്തിൽ നാണം. നിങ്ങൾക്ക് എന്തൊരു നാണമൊന്നുമില്ലോട്ട് കണ്ടോണം. കുഞ്ഞാവൻ്റെ നാണമേ. എൻ്റെ മുഖത്ത് പോലും നോക്കൂലെന്ന്. പിന്നെ അമ്മു എപ്പോൾ വരും? അമ്മൂനിപ്പോൾ ചെക്കൻ്റെ സൈഡിൽ പോകണ പെണ്ണ്. ഞാൻ പറഞ്ഞ് മര്യാദക്ക് ഇങ്ങനെ വന്നേക്കാം. അമ്മു നമ്മുടെ പെണ്ണ് വീട്ടുകാരുടെ കൂടെയാണ്. ആഹാ, നിശ്ചയത്തിന് വരുന്നതോ? കല്യാണത്തിന് അവിടെ നിശ്ചയത്തിന് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ അവിടെ ചേച്ചി ഞാൻ വന്നേക്കാം 2-3 ദിവസം മുന്നേ വരും, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കൊച്ചാ. പഠിച്ച അവിടെ ഉണ്ട്. വേണോ വേണോ വേണോ? അപ്പം ഞങ്ങളിവിടെ ബാക്കി പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് ടാറ്റാ. പിന്നെ ഒരു ടാറ്റ പറയാമില്ല. എന്തെങ്കിലും സ്വയം തോന്നി പറയുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഒന്ന് പറയൂ. ഡ്രസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടണമെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇപ്പം മനസ്സിലായില്ല ഞാനെന്താ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ള കാര്യം. അങ്ങനെ എൻ്റെ ഡാർലിങ് എല്ലാം മടക്കി തന്നു. സന്തോഷം. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടി തുറക്കാം. ഇല്ല അത് അവിടെ അടച്ചു വെക്കും ഞാൻ. ഒരു പെട്ടി വേണം ശരിക്കും പറഞ്ഞാൽ അത് വയ്ക്കാൻ. ഇതൊക്കെ എനിക്ക് ഹോം സ്റ്റേ തുടങ്ങുന്ന കാലത്ത് ഹോം സ്റ്റേ തുടങ്ങുന്നത് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന പുതിയ ടവലുകളാണ്ട.
എന്താ കരുതല എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പിടിച്ചു തരാം. ആ കളറാണ്, ഒന്ന് ക്രീം കളറും ഒന്ന് വൈറ്റ് കളറുമാണ്. ഹോം സ്റ്റേ പണിഞ്ഞില്ല സാധനം ഉണ്ട് ടവൽ. സാരില്ല, ഇനി നമുക്ക് പുതിയ വീട് വെക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ടവൽ ഉപയോഗിക്കാം. പിന്നല്ല, അതെന്തോ പറ്റുമോ ഇനി പെട്ടീൻ്റെ പുറത്ത് താത്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ പെട്ടി. കിടു അതിൻ്റെ പുറത്തേക്ക് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെറ്റാ പോകാൻ താഴട്ടെ. പെട്ടിയും കൂടെ എടുത്ത് വെച്ചു. കുഞ്ഞാക്ക് കൊണ്ടുപോകാനുള്ളതിൻ്റെ ആ എംലോഫിൻ്റെ അവിടെ ഇരുന്ന മാറിക്കുക, എംലോഫിൻ്റെ അവിടെ ഇരുന്ന കവറും എല്ലാം മടക്കി സെറ്റാക്കി ഇതിനകത്ത് വെച്ചു. ആ ബോക്സുകൾ എല്ലാവർക്കും കൊടുക്കാനുള്ള സാരിയുടെ ബോക്സുകൾ, കവർ കൊടുക്കേണ്ട കവറുകൾ എല്ലാം. ഇത് എൻ്റെ സാരി തന്ന കവറ്, അത് മാത്രം ഇനി ഇവിടെ ഉണ്ട്, അതെനിക്ക് വേണം. അപ്പോൾ ശരിക്കും ടാറ്റാ. ഹെഡ്സെറ്റാ ഒരു വെള്ള കളറല്ലേ, കണ്ടില്ല. എൻ്റെ കുട്ടുവാവയുടെ എന്നും പറഞ്ഞ് അവശേഷിക്കുന്ന ഏവൻ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വാടാ, എടാ ചോട്ടു. അവൻ്റെ നീളമുള്ള വലിപ്പം എനിക്ക് കണ്ടിട്ട് അവനെ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ പ്രാന്ത് ഇത്രയില്ല. ഇവനൊക്കെ എന്താ ഇവന് കഴിക്കാൻ കൊടുത്തതിനകത്ത് മുട്ടയും മീനും എല്ലാം പെറുക്കി തിന്നേച്ച് വെച്ചേക്ക പിന്നെ തിന്നാൻ. കുട്ടുവാ. ഓ ലൂക്കായേ, ഇത് പാത്തു എവിടെ? അവന് പാത്തു എവിടെ? ചോട്ടു ഞാൻ നിന്നെ കണ്ടിങ്ങോട്ട് വാ. ഇവിടെ വാടാ. ഇവിടെ പൊന്നുമോനിങ്ങോ ഈട് ചാടാൻ പേടിയാണ്. കുട്ടുവായൊക്കെയാണ് ഈട് ചാടി വരും, അവനെ കയ്യാലെ ചാടാൻ പേടിയാ. ഇപ്പം ഇതുവഴി വരും. പാത്തു പോയി ലൂക്കാ ചേട്ടനെ വിളിച്ചിട്ട് വാ. ലൂക്കാ ചേട്ടനെ കല്ലു അച്ചാച്ചിയെ വിട്ട് പോകത്തില്ല. അന്നാണ് എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട്, സൗണ്ട് കുറച്ച് വെച്ച്. കല്ലുവിൻ്റെ ഗ്യാപ്പ് നിരത്താൻ വേണ്ടി നോക്കുക. അച്ചാച്ചി എന്തോ അമ്മൂൻ്റെ ഷോൾ ഇട്ടുകൊണ്ടിരിക്കുന്നേ. ആര് പോയിട്ടുവാ? ഇവരില്ലേ ഷർട്ട് ഇട്ടോണ്ടിരിക്കുന്നത്? ഇവിടെ അമ്മു ഗർഭിണിയായിരുന്നപ്പം നിഴല് പോലെ കൂടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച അവിടെ നിന്ന് ബാത്റൂമിൽ പോയി കുഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂം തല്ലി പൊളിക്കും. എന്നിട്ട് അമ്മു അവസാനം പറഞ്ഞ എനിക്ക് എൻ്റെ സുരൂമ്മയെ കൊണ്ടൊരു പേടിയില്ല, എന്നെ ഭരിക്കുന്ന മൊത്തം ഇവിടെ എന്നെ ഭരിക്കുന്നതാണ്. അമ്മൂൻ്റെ നിഴല. ഇന്നലെ അമ്മു തിരിച്ചു പോയപ്പോൾ അമ്മൂന ആ മിനിറ്റ് കൊണ്ട് അമ്മൂൻ്റെ പുറകെ കൂടി അമ്മൂനെ ഓട്ടോയെ കയറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. അപ്പോൾ ഇവള് പുറകെ പോക്ക. അവസാനം ഇവള് വരത്തില്ല. ഞണ്ടുകറി വെക്കുന്നുണ്ടോ? അച്ചാച്ചി ഇന്ന് ഷെഫാണ്. അച്ചാച്ചിന് ഞണ്ടുകറിയൊന്നുമല്ല, അച്ചാച്ചി ഒരുപാട് കുഞ്ഞു പാചകം. അത് ഓരോ ടൗണിൽ ജീവിക്കുന്നവർക്ക് നിസ്സാരമായിട്ട് എന്ത് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളത് അച്ചാച്ചിക്കറിയാം. അച്ചാച്ചി മുമ്പേയും പറഞ്ഞു, ഇനി അച്ചാച്ചിക്ക് ഒരുപാട് ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ പഠിച്ചതല്ല, അത് എല്ലാവരും ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് സ്വസ്ഥനായിട്ട് എൻ്റെ കല്ലുമൂളില്ലാത്ത രൂപത്തൊന്നും സ്വസ്ഥമായി കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ടാ. കണ്ണിപ്പോ തുറന്നു പിടിച്ചേ. പിന്നെ ഈ കണ്ണിനൊന്നും കുഴപ്പമില്ല. എന്താ കുഞ്ഞാ പറഞ്ഞേ? സമാധിയാണ്. ആ സംഭവമൊന്നുമില്ല. എന്നെ ഒരു പൂ പോലും എൻ്റെ ദേഹത്ത് ഇട്ടാ അന്നേരം ഞാൻ ഉണരും. ഓരാചാര അനുഷ്ഠാനങ്ങളും ഇല്ലാതെ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മെഡിക്കൽ കോളേജിൽ. എനിക്ക് വലിയ ആഗ്രഹമാണ് മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. അതും അവസാനം ഉണ്ടല്ലോ ദുരാചാരപരമായിട്ട് ആദ്യം കൈ മുറിച്ച് പരിശോധിക്കും, പിന്നെ കാല് മുറിച്ച് പരിശോധിക്കും. അങ്ങനെ ഓരോ അവയവങ്ങളും പരിശോധിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇവർ കൊണ്ടങ്ങ് ദഹിപ്പിക്കും. അതൊരു വൃത്തികെട്ട സ്വഭാവം. അതുകൊണ്ട് ആ സംഭവം വേണ്ട. ഞങ്ങളൊക്കെ വയസ്സാം കാലത്ത് ഷഷ്ടി പൂർത്തി കഴിഞ്ഞാലും അച്ചാച്ചി ഇവിടെ ഇങ്ങനെ പയറ് പോലെ ചാടി നടക്കും. അതാണ് നടക്കാൻ പോകുന്നത് അല്ലേ ചിന്നു? ഇവർക്ക് എത്ര വയസ്സാണോ ചാച്ചി? അത്ര തന്നെ അതിനെക്കാട്ടില്ലേ കിട്ടിയ കഥയുണ്ടല്ലോ. മിഷീനും കൊണ്ട് കാറടിക്കാൻ ഞാൻ ഒരു മലയുടെ മണ്ടയ്ക്ക് പോയി. ആരാണ്ട് രാത്രി കള്ളടിച്ച് വെച്ച് ഇവളെ 1500 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ ഇതെല്ലാം കഴിഞ്ഞ ഓട്ടോ ഡ്രൈവർ, ആ ഓട്ടോ ഡ്രൈവർ എല്ലാവരും ഇറക്കി കിടക്കും. ഇതിനെ ആർക്കും വേണ്ട. അവസാനം ഓട്ടോ ഡ്രൈവർ ജീവിയില്ലയോ എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ കൊണ്ടിരുന്നു. ഇവിടെ പുറം ലോകം ഇപ്പോൾ നമ്മുടെ ഉമ്മച്ചൻ കാണിക്കുന്നതിനുണ്ട്. ലോകം മുഴുവൻ കറങ്ങി വന്ന് പെരക്കകത്ത് പെടുക്കും. ആകെ പടയാ 2 മുറിയേ ഉള്ളൂ. ഇങ്ങനെ ഇതിനെ എന്തോ ചെയ്യണമെന്ന് സഹി ഇട്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിനടുത്ത പറമ്പിൽ കാടടിക്കുന്നു. അന്നേരം ഇപ്പോഴൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടായി, കുഞ്ഞു പ്രായത്തിലെ സൗന്ദര്യം ഞാൻ കെട്ടിപ്പിടിച്ചെടുത്തോണ്ട് ഞാനിഞ്ഞ് പോകുന്നു. വന്നു കഴിഞ്ഞ് 2 ദിവസം സുലുവിന് പ്രശ്നമായിരുന്നു. 3ാമത്തെ ദിവസം തൊട്ട് സുലുവിൻ്റെ ജീവനായത്. അങ്ങനെ എൻ്റെ 4ാമത്തെ പട്ടിയായിരുന്നു. അന്ന് കല്ലുകൊണ്ട് എന്തെല്ലാം അഹങ്കാരിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ചോറ് തരട്ടെ. ചായ ഗ്ലാസ് അല്ല നോട്ടോ, ഇപ്പൊ ചായ തട്ടി പറിക്കും.
ഒറ്റ കുര വരയ്ക്കും, ബാക്കി പട്ടിയ മുഴുവൻ ഉണക്കി. അതങ്ങനെയല്ല, ഇവള് വന്ന് നോക്കുമ്പോൾ ഈ കട്ടിലെ കല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇവൾ അപ്പുറത്തോട്ട് മാറി നിന്ന് ചെറിയൊരു കുര ബൗന്ന്. ഇവരെല്ലാം അങ്ങോട്ട് ഓടുമ്പോൾ ഇവള് തിരിച്ചോടും. തിരിച്ചോടി വന്ന് അച്ചാച്ചനെ കട്ടിലെ കിടന്ന് കണ്ണുറച്ച് സുഖമായിട്ട് ഇറങ്ങും. മറ്റോള് വരാ പറമ്പ് മൊത്തവും തപ്പി നടക്കും. എന്തിനാ ഇവള് കുരച്ചെന്നറിയാൻ. ഒറ്റ കുരയ്ക്ക് എല്ലാവരും ചാടിച്ചു വിടുന്ന കള്ളി ചെയ്ത്. അവിടെ കപ്പ ചൂടാൻ പോവാ. കപ്പ എന്താ ലൈറ്റ് അടിച്ച, എനിക്ക് വീഡിയോ എടുക്കാൻ ലൈറ്റ് അടിച്ചെന്നാ അടിച്ചാ റാണി കപ്പ പൊളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അടുപ്പിൽ ഊതുന്ന പോലെ ഊതണം. ഹലോ ഉമ്മോ, ഉമ്മച്ചാ. എന്താ ഉമ്മച്ചനെ, എന്താ ഇത്, എന്താ ഈ മുഖത്തൊക്കെ? നാളെ കുളിപ്പിക്കാം. നാളെ കുളിച്ചാൻ പോണ്ടേ നമുക്ക്? നാളെ ഇല്ല, എന്നാ മറ്റന്നാൾ പോവാം. ഞായറാഴ്ച അല്ലേ? ചിന്നു മോനിങ്ങോ? വേണ്ട വേണ്ട, അവൾ കിടന്ന് കാണുന്ന നോക്കി ഉമ്മച്ചൻ. അല്ല, ഇങ്ങോട്ടൊന്നും അല്ല. അപ്പ ചൂടാൻ പൊളിക്കുവോ? ചിന്നും കൂടെ കൂടെ പോയി കാണുന്നു. ചിന്നു പോയിട്ട് കിടൂരേക്ക് വിളിച്ചോണ്ട് വാ. ചെല്ലേ, കിടൂനെ വിളിച്ചോണ്ട് വാ. പോ, വിളിച്ചിട്ട് വാടി. കയറ് മൊത്തം ഇരിക്കുന്ന കമ്പയിലെ കയറഴിക്കുക. നീ എന്നും ഇവിടെ പോയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നീ ഊരിക്കൊണ്ടിരിക്കുന്ന കുറെ നേരം കൊണ്ട് കമ്പ്. പൊന്നാണിയാ തൊലി കളഞ്ഞാവും ഞാൻ ചൂടുന്നേ. കരിക്കകത്ത് വെക്കണം. ഇഞ്ഞോടാ എവിടെ? ഓ, അത് കേക്കത്തില്ല. ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ട് വാടാ. മുറുക്കിനി ഉണ്ടോന്ന് കപ്പ ചൂടുന്ന രുചി. 3 പേര് ചേർന്ന് ഇവിടെ കപ്പ ചുടുന്നു. കപ്പ എന്തി? ആ കപ്പ എന്തിയാടാ? എന്ത് ചുട്ട്. കോക്കോയ സൈകിട്ടിട്ടത് ഇവള്. ജാനുവാ ഇവന്റെ കയ്യിലിരിപ്പത്. അതോക്ക് വീശി കൊടുക്കുന്ന ചൂട്. എന്താ പണിയെന്ന് നോക്ക്. വെന്തു ഇത് വെന്ത് ഇച്ചിരി ഉള്ളത് കൊണ്ട് ഇത്ര വേഗമാണ്. ഇത്ര വേഗമാണ്. കൊള്ളാം. കരൊക്കെ ചുട്ട് നേരം രുചിയാ. കിടുവേ അല്ല, അവൻ അച്ചാച്ചിക്ക് ഓഫർ കൊടുത്ത്. കിടുമോനെ എന്താ ടേസ്റ്റ്. ഇതൊക്കെ നല്ല ഒന്നാമത് പൊന്ന ചുട്ട ചുന്നര ഞങ്ങളൊരു ചൂത്രം തിന്നുക.